രാഷ്ട്രപതിക്കും ഗവർണർമാർക്കും കൊച്ചുവിലങ്ങിടുന്നതിന് വേണ്ടി വിവിധ സംസ്ഥാനങ്ങൾ കുറച്ചു നാളുകളായി നടത്തിക്കൊണ്ടിരുന്ന നീക്കങ്ങളെല്ലാം പൊളിഞ്ഞടുങ്ങി. ഏറ്റവും ഒടുവിൽ തമിഴ്നാട് സർക്കാരാണ് രാഷ്ട്രപതിക്കും ഗവർണർമാർക്കും ബില്ലുകളിൽ ഒപ്പിടാനുള്ള സമയപരിധി നിശ്ചയിച്ചുകൊണ്ടൊരു നിയമം പാസാക്കുകയും ഗവർണറുടെ ഒപ്പില്ലാതെ ഒരു നിയമം പാസാക്കി എടുക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ ഭാഗമായിട്ട് സുപ്രീം കോടതിക്ക് 14 ചോദ്യങ്ങളടങ്ങിയ ഒരു റഫറൻസ് രാഷ്ട്രപതി സമർപ്പിക്കുകയുണ്ടായി. ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയവേ സുപ്രീം കോടതി പറയുന്നത് ഭരണഘടനാപരമായ ഈ അധികാരത്തെ ചോദ്യം ചെയ്യാനാകില്ല എന്നും സമയപരിധി നിശ്ചയിക്കാൻ കഴിയില്ല എന്നും കൂടി സുപ്രീം കോടതി വിധിച്ചതോടുകൂടി ഗവർണറുടെയും രാഷ്ട്രപതിയുടെയും ബില്ലുകളിലും മറ്റും ഒപ്പിടാനുള്ള സമയപരിധി നിശ്ചയിക്കാൻ കഴിയില്ല. ഒപ്പം തന്നെ സുപ്രീം കോടതി പറഞ്ഞത് ഈ ഗവർണർമാരും സംസ്ഥാന നിയമസഭകളുമായിട്ട് ചർച്ചകൾ ചെയ്ത് രമ്യതയിലെത്തി വേണം ഈ കാലപരിധി കുറയ്ക്കാൻ. കാരണം ഇതിന് നമുക്കൊരു കൃത്യമായ സമയമൊന്നും എപ്പോഴവർ ഒപ്പിടണമെന്ന് നിശ്ചയിക്കാൻ കഴിയില്ല. കാരണം ഇത് ഭരണഘടനാപരമായിട്ട് ഇത് കോടതിക്ക് ഇടപെടാൻ കഴിയില്ല. ബില്ലുകൾ കോടതിക്ക് ഈ ഒപ്പിട്ട് ഇല്ലെങ്കിൽ അംഗീകരിക്കാനും കോടതിക്ക് കഴിയില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. ഏതായാലും കഴിഞ്ഞ കുറേ നാളുകളായി ഉണ്ടായിരുന്ന ഒന്നാണ് ഈ രാഷ്ട്രപതി ബില്ലുകൾ പിടിച്ചു വെക്കുന്നു, ഇല്ല ഗവർണർ ബില്ലുകൾ പിടിച്ചു വെക്കുന്നു എന്നുള്ളത്. ഇതിന് സമയപരിധി എന്നൊന്നും ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ സുപ്രീം കോടതി അസന്നിഗ്ധമായി പറഞ്ഞിരിക്കുന്നത്. ഇതിനുള്ള വിവേചനാധികാരം ഗവർണർക്ക് ഉണ്ട് എന്നുകൂടി പറയുമ്പോൾ ഇനി കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾ ഗവർണറുമായി കൂടിയാലോചിച്ച് സമവായത്തിലൂടെ മാത്രമേ ബില്ലുകൾ മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയും. കാരണം ഈ ബില്ലിലെ പോരായ്മകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പലപ്പോഴും ഗവർണർ ഒപ്പിടാത്തതും കൂടുതൽ റഫറൻസിനും മറ്റുമായിട്ട് രാഷ്ട്രപതിക്ക് അയക്കുന്നതും. ഇവിടെ രാഷ്ട്രപതിക്ക് അതിനെക്കുറിച്ച് പഠിക്കുവാനും മറ്റും ഇത്ര സമയം നൽകുക എന്നത് നടക്കില്ല എന്നതിന് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഇനി ഒരു സമവായം മാത്രമാണ് വിവിധ സംസ്ഥാന സർക്കാരുകളുടെ മുൻപിലുള്ളത്. അതായത് രാഷ്ട്രപതി ഗവർണറുമാണോ വലുത് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയാണോ വലുത് എന്നുള്ള ചോദ്യത്തിനും കൂടി ഉത്തരമായിരിക്കുന്നു. രാഷ്ട്രപതിയും ഗവർണറും തന്നെയാണ് അവസാന വാക്ക് എന്നുകൂടി ഇപ്പോൾ വ്യക്തമായിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.